ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങൾ പോലും ഒരു പ്രമുഖ വാർത്താ ചാനലുകളോ പത്രമാധ്യമങ്ങളും ചർച്ച ചെയ്യില്ല. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും ഒരേ ഒരു കമ്പനിയുടെ പരസ്യം മാത്രമേ ഒരിക്കലും നിൽക്കാതെ കാണാനുള്ളൂ. മൂന്ന് 4 ദിവസങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതേയില്ല. അവസാനം നേരിട്ട് ചെന്നപ്പോൾ സോറി പറച്ചൽ. ഞാൻ ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത്, പാവപ്പെട്ട പലരും ഇവരുടെ സ്ഥാപനത്തിൽ വരും, അവരെ പറ്റിച്ച് കാശുണ്ടാക്കലായിരിക്കും ഇവരുടെ മെയിൻ പരിപാടിയെന്ന്. അങ്ങനെ ഞാൻ ഇവരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. ഇവർ ചെയ്ത ഡിസ്കൗണ്ട് ഓഫർ സെയിൽ, സ്കാംസ്, കസ്റ്റമർ സർവീസ് ഇഷ്യൂസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മൈജിയെ പറ്റി ഞാൻ കേട്ടു. അവരുടെ ബ്രാൻഡിന്റെ വലിപ്പം കൊണ്ട് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ അവരെന്ത് വൃത്തികേട് കാട്ടിയാലും അത് കൊടുക്കില്ല എന്ന ആത്മവിശ്വാസമാണ്. അത് മൈജിയുടെ കാര്യത്തിൽ മാത്രമല്ല, പരസ്യം വാരിക്കോരി കൊടുക്കുന്ന ബ്രാൻഡുകൾ ഒന്നും എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടിയാലും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ല.